കോഴിക്കോട് നിപ്പ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ യുവാവിന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി തുടങ്ങി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12-ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. സമ്പർക്ക പട്ടികയൊക്കെ നടപടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കെങ്കിലും നിപ്പ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ കോഴിക്കോട് ഫറോക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി സ്വദേശിയായിട്ടുള്ള ഈ യുവാവിനാണ് നിപ ബാധ സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോൾ പുനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടുകൂടി വരും. അതിന്റെ ഫലം കൂടി നോക്കിയിട്ടാണ് സർക്കാർ മറ്റ് ഗൗരവകരമായ നടപടികളിലേക്ക് നീങ്ങുക. എങ്കിൽ കൂടിയും ഈ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും ഉണ്ട്. ഈ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഈ നിലവിൽ MLA ആയിട്ടുള്ള ബേപ്പൂർ MLA ആയിട്ടുള്ള PM മുഹമ്മദ് റിയാസ് ആരോഗ്യമന്ത്രിയുമായും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ച് തുടർ നടപടികൾ ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് MLA-യോടും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12-ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ തിരുവനന്തപുരത്തെ ചേംബറിൽ ആരോഗ്യവകുപ്പ് ഉന്നതരുടെ യോഗം നടക്കുന്നുണ്ട്. അതിൽ DME, DHO തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു നിലവിലെ സ്ഥിതി വിലയിരുത്തും. ഒപ്പം തന്നെ ഈ യുവാവിന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. വലിയ സമ്പർക്ക പട്ടികയാണ് യുവാവിൻ്റെത്. കാരണം ഈ ഒരു ചെറുകിട ബിസിനസ്സുകാരനായിട്ടുള്ള യുവാവ് തന്റെ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗോഡൌൺ വാങ്ങിച്ചിരുന്നു. ആ ഗോഡൌൺ വൃത്തിയാക്കുന്നതിനിടെ ആണ് കഴിഞ്ഞ ആഴ്ച അവിടെ വവ്വാലുകളുള്ള സ്ഥലമായിരുന്നു. അതിനിടെ അവിടെ നിന്ന് ഒരുപക്ഷെ ഈ രോഗബാധയുണ്ടായി എന്നാണ് സംശയിക്കുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന് പനിബാധയുണ്ടായിരുന്നു. പനി പിന്നീട് കുറയുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും പനി വന്ന രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആശുപത്രിയുടെ OP-യിലും ഒപ്പം തന്നെ എക്സ്റേ റൂം, ഒപ്പം എക്കോ ടെസ്റ്റ് റൂം തുടങ്ങിയിടങ്ങളിലും യുവാവ് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക വളരെയധികമാണ്. പക്ഷേ നിലവിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിലവിൽ പോയിട്ടില്ല. പക്ഷേ ഇനി സമ്പർക്ക പട്ടിക തയ്യാറാക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് കാണേണ്ടത്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഈ യുവാവുമായി ബന്ധം പുലർത്തിയ ആളുകൾ, പ്രത്യേകിച്ച് ജീവനക്കാരോട് നിർബന്ധമായിട്ടുള്ള ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ രാത്രി തന്നെ ഈ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു. വെന്റിലേറ്ററിലാണ് യുവാവിനെ മാറ്റിയത്. യുവാവിനെ സംബന്ധിച്ച് ന്യൂമോണിയ ബാധ ഉള്ളത് കൊണ്ട് തന്നെ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലുള്ളത്. നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട്. എന്തായാലും യുവാവിൻ്റെ സമ്പർക്ക പട്ടികയൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമാക്കി തുടങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗമൊക്കെ ചേരും. നിപ്പ ബാധ സ്ഥിരീകരിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരൻ ഗുരുതര നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. പൂനെയിൽ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടാണ് ലഭിച്ചേക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.